ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നു. 102 സീറ്റോടുകൂടി UDF അധികാരം പിടിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു നേട്ടം. ഇതിൽ ഒത്തിരി മന്ത്രിമാർ ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഗണേഷ് കുമാറുണ്ട്, വി ശിവൻകുട്ടിയുണ്ട്, വീണ ജോർജ് ഉണ്ട്. അങ്ങനെ ഉന്നത മന്ത്രിമാരൊക്കെ ഇപ്പം തോറ്റിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിൽ മാത്രമേ ഇപ്പോൾ CPM ഉള്ളൂ. ഇനിയിപ്പോൾ ഈ ഒരു ഇലക്ഷൻ കൂടി കഴിയുമ്പോൾ അവർ നന്നായിട്ട് തളർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 5 വർഷം കഴിഞ്ഞ് ഇനി അടുത്ത് വരുന്ന ഇലക്ഷൻ അവർ കിട്ടിയില്ലെങ്കിൽ പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. എന്തായിരിക്കും CPMൻ്റെ ഒരു ഇനിയുള്ളൊരു ഭാവി? ഇനിയുള്ള ഭാവി വരുന്ന ദിവസങ്ങളൊക്കെ CPMനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം 16 വർഷത്തിലേറെ പാർട്ടി സെക്രട്ടറിയായിട്ട് പിണറായി വിജയൻ പാർട്ടിയുടെ അമരക്കാരനായിട്ടിരുന്നിട്ടുണ്ട്. പിന്നെ 10 വർഷം മുഖ്യമന്ത്രിയായിട്ടുള്ളത്. അപ്പോൾ ഒരു 4 നൂറ്റാണ്ടിലേറെ പാർട്ടി പിണറായി വിജയൻ്റെ കയ്യിലാണ്. അതായത് പിണറായി വിജയൻ ഈ പാർട്ടി സെക്രട്ടറിയായി അധികം താമസിയാതെ തന്നെ അച്യുതാനന്ദനുമായിട്ടുള്ള ഗ്രൂപ്പ് വഴക്ക് തുടങ്ങി. ആ ഗ്രൂപ്പ് വഴക്കിലൂടെ അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് പോരാട്ടത്തിലൂടെ തന്നെ പാർട്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ചാലുകളിലേക്ക് അത് നീങ്ങി. അതായത് VSനെ അനുകൂലിക്കുന്ന കുറച്ച് ഈ പറഞ്ഞതുപോലെ മാനുഷിക വികാരങ്ങളിലും നീതിയിലും അതേപോലെ തന്നെ ചില ധാർമ്മിക മൂല്യങ്ങളിലുമൊക്കെ അതിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വിഭാഗമെല്ലാം VSനോട് ചേർന്നത്. കാരണം VS അന്ന് ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളെല്ലാം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, പീഡിപ്പിക്കപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ യഥാർത്ഥ പാവങ്ങളോടൊപ്പം അതോടൊപ്പം തന്നെ പീഡിതരോടൊപ്പം ഒക്കെ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ അങ്ങനെയാണ് VSൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ അത്രയും നാളുണ്ടായിരുന്ന ഇമേജിൽ നിന്ന് മാറി വേറൊരു ഇമേജിലേക്ക് വരികയും ഇത് പാർട്ടിയുടെ ഒരു വലിയൊരു പിളർപ്പിലേക്ക് പോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഒരുപാട് പേർക്ക് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. എങ്കിലും പാർട്ടിയിലെ 2 വിഭാഗമായിട്ടങ്ങ് മാറി. ഒന്ന് നന്മയുടെ പക്ഷം, ഒന്ന് തിന്മയുടെ പക്ഷം. നന്മയുടെ പക്ഷമെല്ലാം VSനൊപ്പം നിന്നു, തിന്മയുടെ പക്ഷമെല്ലാം പിണറായിയുടെ പക്ഷം നിന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ VSും പിണറായി വിജയനും നന്മയും തിന്മയും എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു ഗ്രൂപ്പ് വഴക്ക് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ വന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി ഘടകങ്ങൾ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിണറായി വിജയൻ പാർട്ടിയെ കയ്യിലൊതുക്കാനായിട്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളും പിടിച്ചെടുത്തു. അതിന് അദ്ദേഹം എല്ലാ തന്ത്രങ്ങളും ഉപയോഗിച്ചു. അതായത് ഈ നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നവരെല്ലാം എല്ലാ ജില്ലകളിലും ഈ പറഞ്ഞ VSനോടൊപ്പമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ എതിർപക്ഷത്ത് നിൽക്കുന്ന ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്കാർ വരെ ഈ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികളിൽ മുകളിലേക്ക് വരുന്നൊരവസ്ഥയെത്തി. അങ്ങനെ ആ ഒരു സമീപനത്തിലൂടെ ഈ പാർട്ടി പിണറായി വിജയൻ്റെ കയ്യിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ VS മുഖ്യമന്ത്രിയാവുന്നു. VS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും VSനെ ഭരിക്കാൻ പോലും പിണറായി വിജയനെ അനുവദിച്ചില്ല. കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് പാർട്ടിയുടെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പോൾ VSന് വീണ്ടും ഭരണത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പാർട്ടിയുമായിട്ട് എപ്പോഴും ഒരു ഫൈറ്റിലേക്ക് നീങ്ങിക്കൊണ്ടായിരുന്നു. കാരണം VSൻ്റെ ഒരു സ്റ്റാഫിനെ പോലും നിയമിക്കാനുള്ള അവകാശം VSനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വീണ്ടും ഈ ഒരു ഭരണത്തിലും പാർട്ടി ഇടപെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അത് കഴിയുന്നു. 2016 പിന്നെ 11 ശേഷം ഉമ്മൻചാണ്ടി വരുന്നു. അത് നേരിയ ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി വരുന്നത്. അതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ VS ആണ് അപ്പോഴും നയിക്കുന്നത്. പക്ഷേ അധികാരത്തിൽ വരുന്നത് പിണറായി വിജയനാണ്. പിന്നെ അതോടുകൂടി അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വരുമ്പോഴും പാർട്ടി അദ്ദേഹത്തിന് വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥ വന്നു. അദ്ദേഹത്തിനോട് വിധേയരായിട്ടുള്ള പാർട്ടി സെക്രട്ടറി ഇപ്പോൾ കോടിയേരി വളരെ ഈ പറഞ്ഞ പോലെ പാർട്ടിയിൽ വളരെയധികം സ്വാധീനമുള്ളതും ഒരു പ്രത്യേക സമവായ മുഖമൊക്കെ ഉള്ളൊരു നേതാവ് തന്നെയായിരുന്നു, സംശയമില്ലാത്ത കാര്യം. പക്ഷേ എങ്കിൽ പോലും പിണറായി വിജയനുമായിട്ട് ചേർന്ന് നിൽക്കാതെ പിണറായിക്ക് നിലനിൽപ്പുണ്ടായിരുന്നില്ല. അതിനുശേഷം കോടിയേരിയുടെ കാലം കഴിയുന്നു. പിന്നെ കുറച്ച് നാൾ താൽക്കാലികമായിട്ട് വിജയരാഘവൻ വരുന്നു. അതും പിണറായിയുടെ താല്പര്യമാണ്. അപ്പോൾ പാർട്ടി ഇപ്പം അതിനുശേഷം ഏറ്റവും ഒടുവിൽ ഗോവിന്ദൻ മാസ്റ്റർ വന്നു. ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ പിണറായി വിജയൻ്റെ വിധേയൻ തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. അല്ലാത്തവർക്ക് പാർട്ടിയിൽ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുണ്ട് വന്നു. അപ്പോൾ ഈ ഭരണത്തിലുള്ള ഈ സർക്കാരിൻ്റെ അധികാരങ്ങൾ വന്നപ്പോഴത്തേക്ക് പിണറായി വിജയൻ്റെ ചെൽപ്പടിക്കായി പാർട്ടി മുഴുവൻ അദ്ദേഹത്തിന് ചെൽപ്പടി, പാർട്ടി അദ്ദേഹത്തിലേക്ക് ഒതുങ്ങി. പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇന്നിപ്പോൾ അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബി
MA ബേബി ഇന്നലെ വരെ ഈ പറഞ്ഞതുപോലെ എന്താണ് അഖിലേന്ത്യാ സെക്രട്ടറി എന്നൊരു പേരല്ലാതെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ശക്തനായ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ഒരവസ്ഥ പിണറായി വിജയനാണുള്ളത്. അപ്പോൾ അങ്ങനെ പാർട്ടി പിണറായി വിജയനിലേക്ക് ചുരുങ്ങിയുന്ന ഒരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയം വന്നിരിക്കുന്നത്. അത് പിന്നെ അതിഗംഭീരമായ പരാജയം തന്നെയാണ്. ആ പരാജയത്തിൻ്റെ മുഖ്യ കാരണം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഈ പൊതുസമൂഹത്തിലുള്ള പെരുമാറ്റമാണ്. അദ്ദേഹത്തിൻ്റെ സംഭാഷണങ്ങളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ആൾക്കാരോടുള്ള പെരുമാറ്റ രീതികളിലാണെങ്കിലും സമീപനങ്ങളാണെങ്കിലും അതേപോലെ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എതിരെ ശരിക്കും പറഞ്ഞാൽ വ്യക്തമായ തെളിവുകളോടുകൂടി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ ഇടപെട്ടിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ കോവിഡും പിന്നെ ഈ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായ സംഭവങ്ങൾ അദ്ദേഹം ഡീൽ ചെയ്ത രീതിയും പിന്നെ നല്ലൊരു ടീമായിരുന്നു അദ്ദേഹത്തിൻ്റെ, വളരെ പരിചയസമ്പന്നരായ ഒരു ടീമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് രണ്ടാമത്തെ തുടർച്ച കിട്ടിയത്. പക്ഷെ അതിനുശേഷം ഇന്ന് ഈ കരിമണൽ കേസിൽ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ബോധ്യമായി ഇത് ഈ പറഞ്ഞതുപോലെ കരിമണൽ കർത്ത പിന്നെ അദ്ദേഹത്തിൻ്റെ മകൾക്ക് കാശ് കൊടുത്തത് ജോലി ചെയ്തിട്ടല്ല, സേവനത്തിനല്ല, അല്ലാതെ കൊടുത്തതാണ്. അല്ലാതെ കൊടുക്കാനുള്ള റീസൺ എന്താണ്? മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിട്ടുള്ള എമൗണ്ട് കൊടുത്തിട്ട് അത് PV, അത് അദ്ദേഹം അത് നിഷേധിക്കുകയാണ് ചെയ്തത്. PV വേറെ ആൾക്കാരുണ്ടാവും എന്ന് പറഞ്ഞാൽ അത് PV വേറെ ആൾക്കാരൊന്നും ഇല്ലാതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ അതുപോലെ തന്നെ ഇത് ഇൻകം ടാക്സ് സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കിടക്കുക. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ അഴിമതി ആരോപണങ്ങൾ ഈ സർക്കാരിനെതിരെ നേരിടേണ്ടി വന്നു. അതേപോലെ തന്നെ അപ്പം ഈ അധികാരം എന്നുള്ളത് ഇദ്ദേഹത്തിലേക്ക് മാത്രം ഒതുങ്ങുകയും ചെയ്തു. മിനിസ്റ്റേഴ്സ് എല്ലാം തന്നെ ഉള്ള ജൂനിയേഴ്സും പലർക്കും പിടിപ്പീടും ഇല്ലാണ്ട് വന്നു. ആ പിടിപ്പീടും വന്നു. ഉദാഹരണത്തിന് ആരോഗ്യമേഖല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ശൈലജ ടീച്ചർ നന്നായിട്ട് കൊണ്ടുപോയിരുന്ന സാധനമാണ്, ഒരു വകുപ്പുമാണ്. അത്യാവശ്യം ശൈലജ ടീച്ചർ വളരെ റെസ്പോൺസിബിളായിട്ടും അതിലെ വിഷയങ്ങൾ അറ്റൻഡ് ചെയ്യുകയും നല്ല വൃത്തിയായിട്ട് കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ അതിനെ വീണ ജോർജിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. വീണ ജോർജിനാണെങ്കിൽ ഭരണം അവരുടെ കയ്യിലേക്ക് ഒതുങ്ങാതെ വന്നു. ഭരണം അറിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് സമ്മതിക്കേണ്ടി വരും. അത് ആകെ താറുമാറായി. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ധാർഷ്ട്യം, അപ്പോൾ വളരെ നിസ്സാരമായ സംഭവങ്ങൾ, ഇതൊക്കെ ജനങ്ങൾ ഭയങ്കരമായിട്ട് വളരെ ജനങ്ങളുടെ ഉള്ളിൽ തട്ടും ഈ ചില സാധനങ്ങളൊക്കെ. ഉദാഹരണത്തിന് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞൊരാൾ എഴുന്നേറ്റപ്പം വീട്ടിൽ പോയി ചോദിക്കാൻ പറ്റും. അതൊക്കെ സാംസ്കാരികമായിട്ട് ഒരിക്കലും ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി സ്വീകരിക്കത്തില്ല. അതുപോലെ സുധാകരനെതിരെ അദ്ദേഹം നടത്തിയ പരാമർശം അത് നമുക്ക് പോലും ഇപ്പോൾ ഈ ഒരു മാധ്യമത്തിൽ നിന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന് ചേർന്നതല്ല. അതുപോലെ തന്നെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അദ്ദേഹത്തിൻ്റെ പരാമർശത്തിനെതിരെ തിരിച്ചങ്ങോട്ട് നടത്തിയ സാധനം, ഇതൊന്നും നമുക്ക് ഒരു പരസ്യമായി ഇപ്പം നമുക്ക് പോലും ആവർത്തിക്കുന്നത് ശരിയല്ല. ഒരു സാംസ്കാരികമായ ഒരു സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ ചേർന്നതല്ല. അതേപോലെ തന്നെ ഒരു പെൺകുട്ടി, ഒരു ആങ്കർ, ഒരു പ്രസംഗവേദിയിൽ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ അങ്ങയുടെ വളരെ നല്ല പ്രഭാഷണം എന്നൊരു പരാമർശം നടത്തിയ സമയത്ത് ഇങ്ങനെ ഇവിടെ അതൊന്നും വേണ്ട, ചെയ്യുന്ന പണിയെങ്കിൽ ചെയ്താൽ മതി എന്നൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ ഒന്ന് മനസ്സിലാക്കണം, അദ്ദേഹത്തിൻ്റെ മകളെക്കാട്ടി എത്രയോ പ്രായം താഴെയുള്ളൊരു കുട്ടിയായിരിക്കും. അദ്ദേഹത്തിന് 80 വയസ്സുള്ള മനുഷ്യനാണ്. അതും മനസ്സിലാക്കണം സാധനം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങൾ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആങ്കറായിട്ടുള്ള യുവതി ആയിട്ടുള്ള ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുള്ള മാനസികാവസ്ഥ ആലോചിച്ചു. ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റത്തോടും ഒക്കെയുള്ളൊരു പ്രതിഷേധമാണ് ഈ പിണറായി വിജയനിലേക്കും മാറിയതും. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ വലിയ ഹോർഡിങ്സ് തന്നെയാണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ LDFന് ഇത്രയും കൂടുതൽ ഈ ഡാമേജ് ഉണ്ടാകാനുള്ളൊരു മുഖ്യ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ പിണറായി വിജയനെ അടിക്കുക എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ അവർ തന്നെ പറയുന്നുണ്ട് പാർട്ടിയുടെ പ്രതീകമാണ്. ഇപ്പം അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്, വാഴ്ത്തുപാട്ടുകാരെന്ന് തന്നെ പറയാം. അപ്പോൾ അവർ പാർട്ടിയുടെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയെ അല്ലെ പിണറായി വിജയനെ അവതരിപ്പിക്കുന്നു പറയുന്നത്. അപ്പോൾ പാർട്ടിയായിട്ട് തന്നെ പിണറായി വിജയൻ മാറിയ സ്ഥിതിക്ക് ആ പാർട്ടിയെ തള്ളിക്കളയുന്നതിന് തുല്യമായിട്ടായിരുന്നു
ഈ തോൽവി വന്നത്. അപ്പോൾ ഈ ഒരു സംഗതി, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഗ്രൂപ്പ് വഴക്കിൻ്റെ സമയത്ത് ക്രിമിനൽ സ്വഭാവമുള്ള ഒരു പാർട്ടിയുടെ പല ഘടകങ്ങളിലും കടന്നുകൂടി ജില്ലകളിൽ. അപ്പോൾ അതായിരുന്നു ഈ പയ്യന്നൂരിലെ ധനരാജ് രക്തസാക്ഷി ഫണ്ട് പിരിച്ചതിനെതിരെ ടി.ഐ. മസൂദിനെതിരെ വി. കുഞ്ഞകൃഷ്ണൻ നടത്തിയ ആരോപണം. അപ്പോൾ അതിന് ശേഷം എം സ്വരാജ് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അതായത് ഞങ്ങൾക്ക് ഈ കണക്കൊന്നും വിടുന്നതിന് പ്രശ്നമില്ല, പക്ഷെ ഒരു കള്ളൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുന്ന് പ്രശ്നമില്ല. അപ്പോൾ ഇതൊക്കെ ഈ സംസ്കാരത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒന്നുമില്ലെങ്കിൽ 75 വയസ്സായ ഒരു പാർട്ടിയിലെ സീനിയറായിട്ടുള്ള അദ്ദേഹം തന്നെ പിന്നെ എന്താ പറയുക, ജനിക്കുന്നതിന് മുമ്പ് തന്നെ, എം സ്വരാജിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ പാർട്ടിയിലെ വളരെ സീനിയറായിട്ടുള്ളൊരു നേതാവാണ് ഈ വി. കുഞ്ഞകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹത്തിനെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ സമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വലിയൊരു എന്താ പറയുക, ഇതിൻ്റെ ഈ പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു സംസ്കാരം കാരണമായി. അത് ഓരോരുത്തരത്തു നിന്ന് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. തളിപ്പറമ്പിൽ വന്നത്തെ എന്തുപറ്റി, എം.വി. ഗോവിന്ദൻ മാസ്റ്ററുടെ ഭാര്യയെ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. അവിടെ ആന്തൂർ സാജൻ എന്ന് പറയുന്ന ഒരു വ്യവസായിയുടെ മരണത്തിന് അല്ലേ, കാരണം ഇവരുടെ നടപടികളാണ്. അതിനുശേഷം സാജൻ്റെ വൈഫിനെ അപമാനിച്ചുകൊണ്ടുള്ള പ്രചരണവും ഒക്കെ ഈ അവിടുത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ട് ഇതെല്ലാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരുപാട് എലിജിബിളായിട്ടുള്ള വനിതാ കാൻഡിഡേറ്റുകൾ ഉൾപ്പെടെയുള്ളവരുണ്ടായിട്ടും പി.കെ. ശ്യാമള ടീച്ചർക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം കൊടുത്തു. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും? അപ്പോൾ അത് പിണറായി വിജയൻ നിശ്ചയിച്ചു. ആ പിണറായി വിജയൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഗോവിന്ദൻ മാസ്റ്റർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ ശക്തമായിട്ട് ഈ പി.കെ. ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരുണ്ടായിട്ടും അവർ തന്നെ വെച്ചു. ശരി, അതെല്ലാം കേട്ടു. പക്ഷേ സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ഇവരെയാണ്, ചർച്ചയില്ല, തിരഞ്ഞെടുപ്പിന് പോകുന്നു. അങ്ങനെയാണ് ടി.കെ. ഗോവിന്ദൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അതേപോലെ ആലപ്പുഴയിൽ ജി. സുധാകരൻ കഴിഞ്ഞ 10 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആലപ്പുഴ പാർട്ടിക്കകത്ത് കയറിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെതിരെയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ജി. സുധാകരൻ, ടി.കെ. ഗോവിന്ദൻ, അതേപോലെ വി. കുഞ്ഞകൃഷ്ണൻ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ 70 വയസ്സിന് മേലുള്ള നേതാക്കന്മാരാണ്. അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ അടിത്തറയാണ്. ഈ അടിത്തറയിലെ വലിയ കല്ലുകളാണ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇന്നിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്നത് ഈ അടിത്തറ ഇടതുപക്ഷത്തിനകത്തു നിന്ന് തന്നെ ഉള്ള വോട്ടുകളാണ് ഈ UDF പോയിരിക്കുന്നത്. അങ്ങനെ അടിത്തറ ഇളകി നിൽക്കുന്ന CPM ആണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. വിശേഷം കണ്ണൂർ ആലോചിക്കണം, ടി.കെ. ഗോവിന്ദൻ ജയിച്ചു, വി. കുഞ്ഞകൃഷ്ണൻ ജയിച്ചു അല്ലേ? അതേപോലെ തന്നെ ആലപ്പുഴയിൽ ജി. സുധാകരൻ 20,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനേക്കാൾ ഉപരി നമ്മൾ കാണേണ്ട സംഗതി കൊല്ലം. ഇപ്പോൾ കണ്ണൂരും കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ഇളകിയാലും CPM-ൻ്റെ ഈ CPM-ൽ ഇളക്കമുണ്ടാകാത്ത ഒരു സ്ഥലമാണ് കൊല്ലം എന്ന് പറയുന്നത്. ആ കൊല്ലവും ഇളകിയിരിക്കുന്നു. കൊല്ലം ചാത്തന്നൂരിൽ BJPക്ക് ഒരു സീറ്റ് കിട്ടിയിരിക്കുന്നു. അതേപോലെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ കൊല്ലം നഗരസഭയിൽ 13 അംഗങ്ങൾ BJPക്ക് നഗരസഭയ്ക്കകത്തുനിന്ന് കിട്ടിയിരിക്കുന്നു. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിക്കൽ ഇളകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അടിക്കൽ ഇളകി ആടി ഉലഞ്ഞ് നിൽക്കുന്ന, മേൽക്കൂര എപ്പോഴും വീഴാവുന്ന അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് CPM എത്തിക്കഴിഞ്ഞു. എന്നാൽ കഴിഞ്ഞ 4 നൂറ്റാണ്ടിലേറെ ഈ പാർട്ടി പിണറായി വിജയൻ്റെ കീഴിൽ കൈപ്പിടിയിലിരിക്കുന്ന കാരണം പിണറായി വിജയന് അധികാരം ഉള്ളപ്പോൾ മാത്രമേ ആ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പിണറായി വിജയനും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 81 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു പിൻവാങ്ങലിൻ്റെ സമയമാണ് അല്ലേ? പ്രായം കൊണ്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും. ഇപ്പോൾ പ്രായം കൊണ്ടാണെങ്കിൽ പോലും 75 വയസ്സ് കഴിഞ്ഞവർക്ക് പിന്നെ പാർട്ടിയിൽ പാർലമെൻ്ററി സ്ഥാനത്തു നിന്നുള്ള വിരമിക്കലാണ് ശരിക്കും അല്ലേ? അപ്പോൾ എല്ലാ അർത്ഥത്തിലും പിണറായി വിജയൻ്റെ കാലം കഴിയുകയാണ് ചെയ്യുന്നത്. രണ്ടാം നിലയിലേക്ക് നോക്കും, പാർട്ടിയുടെ ഘടന കഴിഞ്ഞ 25 വർഷമായിട്ട് പിണറായി വിജയൻ എന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരുന്ന കാരണം ഇനി ആ വ്യക്തിയുടെ അസാന്നിധ്യം ഉണ്ടാക്കുന്ന ഒരു അസന്തുലിതാവസ്ഥയുണ്ട്. രണ്ടാം നിര നേതാക്കന്മാരില്ല. പിന്നെ പിണറായിയുടെ സ്തുതി പാഠകരായിട്ടുള്ള ആൾക്കാരെല്ലാം തന്നെ ഈ പിണറായിയുടെ സ്വഭാവത്തെ പിൻപറ്റുന്നവരാണ്, യുവനിരയിലുള്ള എടുത്താൽ പോലും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരവസ്ഥയിൽ ഇതിന് നേതൃത്വം, കാര്യം എന്തു തന്നെ പാർട്ടിയുടെ ഘടന വളരെ ഭദ്രം, അതിൻ്റെ ഘടനാ രീതി ശക്തമാണെങ്കിലും
നേതൃത്വം ഏറ്റവും പ്രധാനമാണ്. അതിൻ്റെ ഘടനാ സ്വഭാവത്തിൽ നിന്ന് മാറുകയും ഒരു വ്യക്തിയിലേക്ക് ഇത് കേന്ദ്രീകരിക്കുകയും ആ വ്യക്തി അപ്രസക്തമാവുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ CPM നേരിടുന്നത്. അപ്പോൾ ഇതിനെ അതിജീവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എങ്ങനെ എന്നുള്ള ചോദ്യമാണ്. ഇതിനെ നയിക്കാൻ പറ്റുന്ന, മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന വിശ്വാസ്യതയുള്ള ഒരു നേതാവ്, ആ നേതാവിന് വേണമെങ്കിൽ ഒരു നേതാവിനെയൊക്കെ കണ്ടെത്തിയും പുതിയ പാർട്ടി സെക്രട്ടറിയെ കണ്ടെത്തിയൊക്കെ ചെയ്യാം. പക്ഷേ എത്രമാത്രം ഈ ഒരു പാർട്ടിയെ അതിൻ്റെ പഴയ രീതിയിലേക്ക് 25 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു പാർട്ടിയുടെ ഒരു ഭദ്രമായ അവസ്ഥയുണ്ട്, പാർട്ടി ഭദ്രതയുണ്ട്. ആ ഭദ്രത ഏത് രാഷ്ട്രീയ പാർട്ടിക്കാലും വേണം. അപ്പോൾ ഈ പിണറായി വിജയൻ്റെ അസാന്നിധ്യത്തിൽ ആ ഭദ്രതയിലേക്ക് ഇനി തിരിച്ചു പോകാനും പറ്റത്തില്ല. പുതിയ ഒരു രീതിയിലേക്ക് ഇതിനെ മാറ്റിക്കൊണ്ടു പോകാനും പ്രയാസം വരും. മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ BJP ആണ്. BJPയിലേക്കാണ് ഇപ്പോൾ ആൾക്കാർ ഒഴുകുന്നത്. ഇപ്പോൾ ചാത്തന്നൂരെ ഗോപകുമാറിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈഴവ സമുദായം BJPയിലേക്ക് പോകുന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ കൊല്ലത്ത് ഞാൻ പറഞ്ഞ അടിത്തറകളെന്നുള്ള കാര്യമാണ് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ഒഴുക്കും കൂടെ നടക്കുന്നുണ്ട് സാധനം. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ CPMന് ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ വേറെങ്ങും ഇല്ല, ഇന്ത്യയിൽ അഡ്രസ്സ് ഇല്ലാണ്ടായി മാറി. ഒരു സ്ഥലത്തും അധികാരത്തിലില്ലാത്ത ഒരവസ്ഥയിലേക്ക് CPM മാറി. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് മുമ്പോട്ട് ഇതിനെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയിലേക്ക് ആൾക്കാർ ആകൃഷ്ടരായി വരുന്ന രീതിയിലുള്ള ഒരു തത്വശാസ്ത്രമോ ഒരാശയമോ പോലും അത് പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശേഷിയുള്ള നേതാക്കന്മാർ പോലും ഇന്ന് പാർട്ടിയിലില്ല. അപ്പോൾ ആശയത്തിൻ്റെ പേരിൽ ഉള്ള ഒരു ആകർഷണം വളരെ കുറവായിരിക്കും. പിന്നെ ഈ കോളേജുകളിൽ ആകർഷിക്കപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അക്രമ സ്വഭാവം കൊണ്ടാണ്. ഈ അഡോളസൻസ് പീരീഡിൽ കൗമാരപ്രായത്തിൽ സ്വാഭാവികമായിട്ടും അക്രമോത്സുകത ആൾക്കാർക്ക് കൂടും. ആ അക്രമോത്സുകതയ്ക്ക് ഒരു പ്ലാറ്റ്ഫോം എന്ന രീതി കണ്ടിട്ടാണ് ഈ SFIയിലേക്കും അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞതുപോലെ ഈ DYFIയിലേക്കൊക്കെ ആൾക്കാർ പോകാൻ കാരണം. ഇനി അവർ രണ്ടാമത് ആലോചിക്കും. കാരണം ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ പുതിയ ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ പുതിയ ലോകത്തെക്കുറിച്ചുള്ള അറിവും സാങ്കേതിക വിദ്യയും എല്ലാം ഒക്കെ വരുന്ന സമയത്ത് ഇവർക്ക് ആ യുവതയെ ആകർഷിക്കാനുള്ള ഒരാശയം മുമ്പോട്ട് വയ്ക്കാനില്ല, അവരെ ആകർഷിക്കാനുള്ള ഒരു നേതാവ് ഇന്ന് പാർട്ടിക്കില്ല. ഇങ്ങനെയാണ് ഈ പാർട്ടിയുടെ ഒരു തകർച്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഇനി ഇതിനകത്തുനിന്ന് ഇതിനെ രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അത് അത്ര എളുപ്പം സാധ്യമാകുമെന്ന്.